ഓം നമോ നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. പൂരം നക്ഷത്ര ജാതകർക്ക് 2024 മാർച്ച് മാസത്തിൽ അനുഭവത്തിൽ വരുന്ന ശുഭാശുഭ നക്ഷത്ര മാസഫലം എങ്ങനെയായിരിക്കും എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നോ ഔദ്യോഗിക മേഖലകളിൽ നിന്നോ അധിക്ഷേപങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. എന്നാലും അങ്ങനെയൊക്കെ വരുന്ന അധിക്ഷേപങ്ങളെ നിഷ്പ്രയാസം അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ്. ഒരു രീതിയിൽ വളരെ ബുദ്ധിമുട്ടില്ലാതെ അതിജീവിച്ച് പോകുവാൻ സാധിക്കുന്നതാണ്. നിലവിൽ പൂരം നക്ഷത്ര ജാതകർ മുൻകോപം നിയന്ത്രിക്കുന്ന ഒരു അത്യാവശ്യ കാര്യമാണ്. മുൻകോപം നിയന്ത്രിക്കുക. യോഗ അല്ലെങ്കിൽ പ്രാണായാമം തുടങ്ങിയവ ജീവിതത്തിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഏതൊരു കാര്യത്തിലായാലും ആർക്ക് വേണ്ടിയായാലും ജാമ്യം നിൽക്കരുത്. ധനപരമായ കാര്യങ്ങൾക്കായാലും മറ്റ് ഇടപാടുകൾക്കായാലും ജാമ്യം നിൽക്കരുത്. അത് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളത് മനസ്സിൽ വച്ചിരിക്കുക. ജീവിത പങ്കാളിക്ക് ഉയർന്ന തലങ്ങളിൽ ഔദ്യോഗികപരമായിട്ട് ജോലി ലഭിക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടാവും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ശ്രദ്ധ വന്നു ചേരും. ആത്മവിശ്വാസം വർദ്ധിക്കും. എന്നീ കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികളിൽ മാറ്റങ്ങളുണ്ടാക്കും. ആരുടെയും പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കുവാൻ ശ്രമിക്കുക. ഔദ്യോഗിക ചുമതലകൾ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അവധിയെടുത്ത് അല്ലെങ്കിൽ അവധി ദിവസങ്ങളിൽ കൂടി ജോലി ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവും. കൂടാതെ മാംസാഹാരങ്ങളിൽ കുറച്ച് നിയന്ത്രണങ്ങൾ വരുത്തുക. സസ്യാഹാരങ്ങൾ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക. അതുവഴി ആരോഗ്യ രക്ഷണത്തിനും ഉദരരോഗങ്ങൾക്കും പരിഹാരമാകും. വാഹനയാത്രകളിൽ കുറച്ചൊന്ന് ശ്രദ്ധയുണ്ടാകണം. വിദേശയാത്രയ്ക്കൊക്കെ യോഗമുണ്ടാകും. പക്ഷേ വാഹനയാത്രയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് വ്യതിചലനം വന്നു ചേരും. കാലതാമസം ഉണ്ടാകും. മക്കളുടെ ആവശ്യങ്ങൾക്കായി യാത്രകൾ ചെയ്യേണ്ടതായി വരികയും അവരോടൊപ്പം നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയൊക്കെ ചെയ്യും. കൂടാതെ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന വ്യാപാര വ്യവസായ സംരംഭങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് മേഖലകൾ വിൽക്കുവാനുള്ള തീരുമാനമുണ്ടാകും. നഷ്ടത്തിലായതിനാൽ ഒരു പ്രാവശ്യം കൂടി ഓർമ്മിപ്പിക്കുന്നു: പണം കടം കൊടുക്കരുത്, ജാമ്യം നിൽക്കരുത്. സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിച്ചാൽ അതും അബദ്ധമായി ഭവിക്കും എന്നതും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.